നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പ്രളയക്കെടുതി ഒടുങ്ങാതെ മണലി കുറുമാലിപ്പുഴകളുടെ തീരപ്രദേശങ്ങൾ. 1000-ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. നെന്മണിക്കര, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ ചിലയിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട്. വലയിൽ കുടുങ്ങിയ പാമ്പിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ വനം വാച്ചർക്ക് പാമ്പിന്റെ കടിയേറ്റു. ചിമ്മിനി റേഞ്ചിലെ വാച്ചർക്കാണ് പാമ്പിന്റെ കടിയേറ്റത്. മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. ഈച്ചമ്പിള്ളിക്കോണം ചർച്ച് റോഡ് സ്വദേശി രമേശാണ് മരിച്ചത്. ദേശീയപാത കുറുമാലിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് 19-കാരന് പരിക്കേറ്റു. പരിക്കേറ്റത് കൊടുങ്ങല്ലൂർ സ്വദേശിക്ക്. പീച്ചി ഡാം ഷട്ടറുകൾ അനുവദിക്കപ്പെട്ടിരുന്നതിലും കൂടുതൽ തുറന്നതിനാലാണ് തൃക്കൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള പ്രദേശത്തും വീടുകളിലും വെള്ളം കയറിയതെന്ന് തൃക്കൂർ പഞ്ചായത്ത് യോഗം വിലയിരുത്തി. ഇറിഗേഷൻ വകുപ്പിന്റെ ഈ നടപടിക്കെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ യോഗം തീരുമാനിച്ചു. വാർത്തകൾ വിശദമായി. പ്രളയക്കെടുതി ഒതുങ്ങാതെ മണലി കുറുമാലിപ്പുഴകളുടെ തീരപ്രദേശങ്ങൾ. 1000-ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഭീഷണി. ഒഴിഞ്ഞ് ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും നെന്മണിക്കര, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ ചിലയിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് ദുരിതം തുടരുകയാണ്. 2018 സമാനമായ പ്രളയ ദുരിതമാണ് കഴിഞ്ഞുപോയത്. പ്രളയക്കെടുതി കൂടുതലായും ബാധിച്ചത് നെന്മണിക്കര പഞ്ചായത്തിലുള്ളവരെയും പറപ്പൂക്കര പഞ്ചായത്തിലുള്ളവരെയുമാണ്. മണലിപ്പുഴയുടെ തീരപ്രദേശത്തെ 80% വീടുകളും വെള്ളക്കെട്ടിലാണ്. നെന്മണിക്കര പഞ്ചായത്തിലെ 1388 പേർ ഇപ്പോഴും ക്യാമ്പിൽ തുടരുകയാണ്. പ്രളയക്കെടുതിയിൽ തൃക്കൂർ പുലക്കാട്ടുകര റോഡ് തകർന്നു. പറപ്പൂക്കര പഞ്ചായത്തിലും സമാന അവസ്ഥ തന്നെയാണ്. പറപ്പൂക്കര ജൂബിലി നഗർ, നെടുമ്പാൾ, മാടപ്പുറം എന്നീ പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു. തൃക്കൂർ പഞ്ചായത്തിൽ വെള്ളക്കെട്ട് ഏറ്റവും രൂക്ഷമായ ഇടം കോരിക്കരയും പള്ളവുമാണ്. ചിലയിടങ്ങളിൽ പല വീടുകളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. തൃക്കൂർ, പാറേക്കാട് ഭാഗങ്ങളിലും വെള്ളമിറങ്ങി തുടങ്ങുന്നതേയുള്ളൂ. കല്ലൂർ പാലക്കപ്പറമ്പ് BLP സ്കൂളിലും തൃക്കൂർ സർവോദയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും തലോർ ദീപ്തി സ്കൂളിലുമായി പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിൽ 180 പേരുണ്ട്. തൃക്കൂർ പഞ്ചായത്തിൽ 500 പേർക്കോളം വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. അളഗപ്പനഗർ പഞ്ചായത്തിൽ ആമ്പല്ലൂർ വടക്കുമുറിയിൽ 10 വീടുകളിൽ ഇപ്പോഴും വെള്ളമിറങ്ങിയിട്ടില്ല. അളഗപ്പനഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 36 കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത്. കൊടകര പഞ്ചായത്ത്, പുതുക്കാട് പഞ്ചായത്ത്, മറ്റത്തൂർ പഞ്ചായത്ത്, വരന്തരപ്പള്ളി പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നെങ്കിലും നിലവിൽ സാധാരണഗതിയിലേക്ക് മാറി. വെള്ളം ഇറങ്ങിയിടത്തു നിന്നും സാധാരണ ജീവിതത്തിലേക്കുള്ള മാറ്റത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് ജനങ്ങൾ. പീച്ചി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന ജലത്തിന്റെ അളവ് കുറച്ച് മണലിയുടെ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് ആശ്വാസം പകരുകയാണ്. വെള്ളക്കെട്ടിനെ തുടർന്ന് തൃക്കൂർ പുലക്കാട്ടുകര റോഡ് തകർന്നു. റോഡിന്റെ സൈഡ് ഇടിഞ്ഞു. ടാറിംഗ് ഏറെക്കുറെ ഇളകിയ നിലയിലാണ്. മതിലുകൾ റോഡിലേക്കും പറമ്പുകളിലേക്കും ഇടിഞ്ഞു കിടക്കുകയാണ്. പ്രളയക്കെടുതി ഏറ്റവും കൂടുതൽ ബാധിച്ച മേഖലകളിൽ ഒന്നാണ് പുലക്കാട്ടുകര. ചിമ്മിനി ഡാമിൽ നിലവിലെ ജലനിരപ്പ് 71.56 മീറ്ററാണ്. ഡാമിൽ ഇപ്പോൾ 77% ജലമുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള കണക്കാണിത്. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ 15 ഇഞ്ചായി കുറച്ചു. വെള്ളിയാഴ്ച ഉച്ചവരെയുള്ള കണക്കാണിത്. മഴക്കാല ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് പ്രതിനിധികളുടെയും ജനപ്രതിനിധികളുടെയും യോഗം നടത്തി. നിലവിലുള്ള അവസ്ഥ യോഗത്തിൽ വിലയിരുത്തി. തുടർന്ന് സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനും തീരുമാനമായി. യോഗത്തിൽ ജനപ്രതിനിധികളെ കൂടാതെ റവന്യൂ, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, പോലീസ്, വനം, ഇറിഗേഷൻ, കൃഷി, മൃഗസംരക്ഷണം എന്നീ വകുപ്പ് ഉദ്യോഗസ്ഥരും KCB, കിഫ്ബി, ഹാരിസൺ മലയാളം കമ്പനി പ്രതിനിധികളും പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഭാരവാഹികൾ പുതുക്കാട് തെക്കേത്തുറവിൽ പള്ളി കമ്മ്യൂണിറ്റി ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. ആദ്യ ഗഡു സഹായധനമായി 3000 രൂപ ജില്ലാ വൈസ് പ്രസിഡന്റ് തങ്കം, വാർഡംഗം ഫിലോമിനയ്ക്ക് കൈമാറി. ജില്ലാ കമ്മിറ്റി അംഗം KO പൊറിഞ്ചു, പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ശോഭന കുമാരി, വൈസ് പ്രസിഡന്റ് ദേവസി, ട്രഷറർ രാമൻകുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുക്കാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിലും തെക്കേത്തുറവ് പള്ളി ഹാളിലും പ്രവർത്തിക്കുന്ന പുതുക്കാട് പഞ്ചായത്തിന്റെ ദുരിതാശ്വാസ ക്യാമ്പിൽ നടന്ന ആയുർവേദ മരുന്ന് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു.
വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, CC സോമസുന്ദരൻ, ഷാജു കാളിയങ്കര, സുമ ഷാജു, അനൂപ് മാത്യു, രശ്മി ശ്രീഷോപ്പ്, പ്രീതി ബാലകൃഷ്ണൻ, ഫിലോമിന ഫ്രാൻസിസ്, CP സജീവൻ, പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TS രാജു, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, വില്ലേജ് ഓഫീസർ F അൻവർ ഷാ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ PK കവിത എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ BJP ജില്ലാ പ്രസിഡന്റ് സന്ദർശനം നടത്തി. ക്യാമ്പിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും ക്ലീനിങ്ങിന് വേണ്ട ഉപകരണങ്ങളും കെമിക്കലുകളും ലോഷനുകളും BJP പഞ്ചായത്ത് കമ്മിറ്റി വിതരണം ചെയ്തു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് ക്യാമ്പിലേക്ക് 2000 രൂപയും നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ക്യാമ്പിലേക്ക് 1 ചാക്ക് അരിയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഭാരവാഹികൾ നൽകി. പ്രസിഡന്റുമാരായ K രാജേശ്വരിക്കും TS ബൈജുവിനും യൂണിറ്റ് ഭാരവാഹികൾ ആദ്യ ഗഡു കൈമാറിയതായി ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടത്താനിരുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് പ്രതികൂല കാലാവസ്ഥ മൂലം മാറ്റിവെച്ചിരിക്കുന്നതായി ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ അറിയിച്ചു. വെള്ളം കയറിയ അളഗപ്പ നഗർ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ദ്രുതകർമ്മ സേനയായ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ നേതൃത്വത്തിൽ വീടുകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, CL ബിജു, ജോജു മഞ്ഞളി, ഡോൺ കല്ലൂക്കാരൻ, വർഗീസ് മഞ്ഞളി, ആൽഫ്രഡ് കൊടിയൻ, ഷെജിൻ കൊടക്കാടൻ, അൽഫോൻസ രാജൻ, ബിന്ദു ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. പ്രളയം ബാധിക്കപ്പെട്ട പുതുക്കാട്, അളഗപ്പ നഗർ, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ വീടുകളിൽ DYFI യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. 23 വീടുകളിലാണ് ശുചീകരണം നടത്തിയത്. ബ്ലോക്ക് സെക്രട്ടറി PD നെൽസൺ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ED ദിലീഷ്, വൈസ് പ്രസിഡന്റ് വിഷ്ണു ശിവരാമൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം അഭിജിത്ത് സത്യൻ, AS സുധീഷ്, K വിവേക്, SFI ഏരിയ സെക്രട്ടറി TS ഷാനിദ്, പ്രസിഡന്റ് TJ സൂര്യ എന്നിവർ നേതൃത്വം നൽകി. വിവിധ പഞ്ചായത്തുകളിൽ ആരംഭിച്ച ക്യാമ്പുകളിലും രക്ഷാപ്രവർത്തനങ്ങൾക്കും യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ നേതൃത്വം നൽകിയിരുന്നു. വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് DYFI വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട ധനശേഖരണാർത്ഥം കൊടകര ബ്ലോക്ക് കമ്മിറ്റിയിലെ 153 യൂണിറ്റുകളും ആഗസ്റ്റ് 3-4 തീയതികളിൽ സ്ക്രാപ്പ് കളക്ഷൻ നടത്താൻ തീരുമാനിച്ചതായി സെക്രട്ടറി PD നെൽസൺ അറിയിച്ചു. പ്രളയത്തിനു ശേഷം നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. പ്രളയത്തിനു ശേഷം നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിൽ വീടുകളും സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങരുത്. മുതിർന്നവർ 2 അതിലധികമോ പേർ ഒരുമിച്ചോ പോകണം. ആദ്യമായി പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകരുത്. ഒരു കാരണവശാലും രാത്രിയിൽ തിരിച്ചു വീട്ടിലേക്ക് ചെല്ലരുത്. വീടിനകത്ത് ഇഴജന്തുക്കളുടെ സാന്നിധ്യം മുതൽ ഗ്യാസ് ലീക്ക് വരെയുണ്ടാകാം. വ്യക്തി സുരക്ഷയ്ക്കായി മാസ്ക് ധരിക്കുക. കയ്യുറകളും പറ്റുമെങ്കിൽ ചെളിയുടെ നിരപ്പിന് മുകളിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കണം. വീടിന്റെ ജനാലകൾ പുറത്തുനിന്ന് തുറക്കാൻ പറ്റുമെങ്കിൽ അവ തുറന്നിട്ട് കുറച്ചു സമയം കഴിഞ്ഞിട്ട് വേണം അകത്ത് പ്രവേശിക്കാൻ. വീടിനകത്തേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് ഇലക്ട്രിക്കൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. സോളാർ, ഇൻവെർട്ടർ എന്നിവ സ്ഥാപിച്ചവർ മുൻകരുതൽ എടുക്കുക. വീടിന് പുറത്തുനിന്നും പൈപ്പ് വഴിയാണ് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ വെളിയിലാണെങ്കിൽ അത് ഓഫ് ചെയ്യണം. ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ വാതിൽ കുറച്ചുനേരം തുറന്നിട്ടതിനു ശേഷം മാത്രം അകത്തു കയറുക. വീടിനുള്ളിലെ വസ്തുക്കൾ വെള്ളത്തിൽ ഒഴുകി നടന്നിട്ടുണ്ടാകും. ഫാനിന്റെ മുകളിലും മറ്റും തങ്ങി നിൽക്കുന്നവ തലയിൽ വീഴാനുള്ള സാധ്യത മുന്നിൽ കാണണം. വീടിനുള്ളിൽ കയറിയാൽ ഉടൻ ലൈറ്റർ, തീപ്പെട്ടി ഇവ ഉപയോഗിക്കരുത്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ പ്ലഗ് സൂക്ഷിച്ച് ഊരിയിടുക. വീടിന്റെ മേൽക്കൂരകളും ഭിത്തികളും ബലഹീനമല്ലെന്നും വിള്ളലുകളില്ലെന്നും ഉറപ്പാക്കുക. മലിനപ്പെട്ട കിണറുകളും കുടിവെള്ള ടാങ്കുകളും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് ശുദ്ധീകരിച്ചതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. കക്കൂസ് ടാങ്ക് വെള്ളപ്പൊക്കത്തിൽ തകർന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. കേടുപാടുകളുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യണം. ശുചിമുറിയും പരിസരവും വൃത്തിയാക്കിയിട്ടേ ഉപയോഗിക്കാവൂ. കൈകാലുകളിൽ മുറിവുള്ളവർ ഡോക്ടറെ കണ്ട് ഉപദേശം തേടിയതിനു ശേഷം ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. വീടുകളിൽ തുറന്ന നിലയിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റും മലിനമായിരിക്കാൻ ഇടയുള്ളതിനാൽ അവ ഉപയോഗിക്കരുത്.
മലിനജലവുമായി സമ്പർക്കമുണ്ടായവരും ഉണ്ടാകാൻ സാധ്യതയുള്ളവരും ഡോക്സിസൈക്ലിൻ ഗുളിക 200 mg കഴിക്കണം. ഒറ്റ ഡോസ് ഒരാഴ്ച മാത്രമേ സുരക്ഷിതത്വം നൽകൂ. ആരോഗ്യ കേന്ദ്രങ്ങളിലും ക്യാമ്പുകളിലും ഈ മരുന്ന് ലഭ്യമാണ്. 6 ആഴ്ച മുടങ്ങാതെ കഴിക്കണം. വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ ആളുകൾ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. വീടുകളിലേക്ക് തിരികെ എത്തുമ്പോൾ കിണറുകൾ ശുദ്ധീകരിക്കുക എന്നത് വലിയൊരു ശ്രമം തന്നെയാണ്. ജലം ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല മാർഗം ക്ലോറിനേഷൻ തന്നെയാണ്. കിണറും ടാങ്കും സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1000 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാം എന്ന കണക്കിൽ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിക്കാം. ഒരു ബക്കറ്റിൽ ആവശ്യമായ ബ്ലീച്ചിംഗ് പൗഡർ അളന്നെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കുക. ബക്കറ്റിന്റെ 1/4 ഭാഗം വെള്ളം നിറച്ച് നന്നായി കലക്കിയ ശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ ബക്കറ്റ് അനക്കാതെ വയ്ക്കുക. മുകളിലെ തെളിഞ്ഞ വെള്ളം കിണറിലെ തൊട്ടിയിലേക്ക് ഒഴിച്ച് അത് താഴേക്കിറക്കി വെള്ളത്തിൽ താഴ്ത്തി നന്നായി ഇളക്കി ചേർക്കണം. 1 മണിക്കൂറിന് ശേഷം മാത്രം ഈ കിണർ വെള്ളം ഉപയോഗിക്കുക. ശേഖരിച്ചു വെച്ച വെള്ളം ശുദ്ധമാക്കുന്ന വിധം. ശേഖരിച്ചു വെച്ച വെള്ളം ശുദ്ധമാക്കാൻ ആദ്യം 5% വീര്യമുള്ള ക്ലോറിൻ ലായനി തയ്യാറാക്കുക. 15 ഗ്രാം ബ്ലീച്ചിംഗ് പൗഡർ 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലർത്തി 15 മുതൽ 20 മിനിറ്റ് നേരം അനക്കാതെ വെക്കണം. തെളിഞ്ഞു വരുന്ന വെള്ളം ക്ലോറിൻ ലായനിയായി ഉപയോഗിക്കാം. കുടിവെള്ളം അണുവിമുക്തമാക്കാൻ 1 ലിറ്റർ വെള്ളത്തിന് 8 തുള്ളി, അതായത് 0.5 മില്ലി ക്ലോറിൻ ലായനി ഉപയോഗിക്കാം. ക്ലോറിൻ 20 ലിറ്റർ വെള്ളത്തിന് 1 ക്ലോറിന് ഗുളിക എന്ന രീതിയിലും ഉപയോഗിക്കാം. 1 മണിക്കൂറിന് ശേഷം ഈ വെള്ളം കുടിക്കാം. വലയിൽ കുടുങ്ങിയ പാമ്പിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ വനം വാച്ചർക്ക് പാമ്പിന്റെ കടിയേറ്റു. ചിമ്മിനി റേഞ്ചിലെ വാച്ചറായ ചിമ്മിനി ഏറാങ്കണ്ടത്ത് 53 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് പാമ്പിന്റെ കടിയേറ്റത്. എച്ചിപ്പാറ തോടിന് സമീപം മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങിയ മൂർഖൻ പാമ്പിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. വനംവകുപ്പിന്റെ വാഹനത്തിൽ തന്നെ ഉടൻ തൃശൂർ ജൂബിലി ആശുപത്രിയിൽ എത്തിച്ചു. മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. മാപ്രാണം പീച്ചാംപിള്ളിക്കോണം ചർച്ച് റോഡ് സ്വദേശി 34 വയസ്സുള്ള രമേശാണ് മരിച്ചത്. മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ യുവാവ് മരിച്ചു. മാപ്രാണം പീച്ചാംപിള്ളിക്കോണം ചർച്ച് റോഡ് സ്വദേശി 34 വയസ്സുള്ള രമേശ് ആണ് മരിച്ചത്. തേലപ്പള്ളിയിൽ മരക്കമ്പനിയിൽ ജോലി ചെയ്യുന്ന രമേശ് കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് പുത്തൻതോട് ബണ്ട് റോഡ് വഴി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വെള്ളക്കെട്ടിൽ വീഴുകയായിരുന്നു എന്നാണ് നിഗമനം. രമേശിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ വെള്ളിയാഴ്ച രാവിലെയാണ് വെള്ളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. രമേശിന് നീന്തൽ വശമില്ലായിരുന്നുവെന്ന് പറയുന്നു. അരയ്ക്കൊപ്പം വെള്ളത്തിലൂടെ രാത്രി വെളിച്ചമില്ലാതെ ബണ്ട് റോഡിലൂടെ വരുന്നതിനിടെ കാൽ വഴുതി വെള്ളക്കെട്ടിൽ വീണാകാം മരണം എന്നാണ് കരുതുന്നത്. ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാസേനയും പോലീസും എത്തി മൃതദേഹം കരയ്ക്കു കയറ്റി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രളയ ദുരിതാശ്വാസത്തിന്റെ അവലോകനത്തിനായി യോഗം ചേർന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പ്രസിഡന്റ് സുന്ദരി മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പഞ്ചായത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള പ്രദേശത്തും വീടുകളിലും വെള്ളം കയറിയത് പീച്ചി ഡാം ഷട്ടറുകൾ അനുവദിക്കപ്പെട്ടിരുന്നതിലും കൂടുതൽ തുറന്നതിനാൽ ഒഴുകിയെത്തിയ വെള്ളം മണലിപ്പുഴയ്ക്ക് ഉൾക്കൊള്ളാനാകാതെ വന്നതിനാലാണെന്ന് വിലയിരുത്തി. ഇറിഗേഷൻ അധികാരികളുടെ ഈ നിരുത്തരവാദിത്വപരമായ നടപടിയിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. ഇറിഗേഷൻ വകുപ്പിന്റെ ഈ നടപടിക്കെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ യോഗം തീരുമാനിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ദേശീയപാത കുറുമാലയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് 19-കാരന് പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ വെമ്പല്ലൂർ സ്വദേശി പോളക്കുളത്ത് വീട്ടിൽ ശ്രീജിത്തിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്കായിരുന്നു സംഭവം. പരിക്കേറ്റയാളെ നാട്ടുകാർ ചേർന്ന് കൊടകര ശാന്തി ആശുപത്രിയിലും പിന്നീട് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സേവാഭാരതി തൃക്കൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തി. തൃക്കൂരിൽ നടന്ന പരിപാടിയിൽ സേവാഭാരതി പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്രജ്ഞ വേദ കൃഷ്ണൻ, രവി വാര്യർ, വാർഡംഗം ഷീബ നികേഷ്, സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ പ്രസംഗിച്ചു. ശക്തൻ തമ്പുരാൻ കോളേജ് പ്രിൻസിപ്പൽ ആൻഡ് ഡയറക്ടർ എം അജിത് കുമാർ രാജ നേതൃത്വം നൽകി. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ HS വിഭാഗത്തിൽ UPST തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്.
നിശ്ചിത യോഗ്യതകളുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം വ്യാഴാഴ്ച രാവിലെ 11-ന് HS വിഭാഗം ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ gshs.tricur@gmail.com. സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6480 രൂപ, പവന് 51,840 രൂപ. നെല്ലായി കുന്നത്തുമനയ്ക്കൽ മുരളിയുടെ മകൻ നവനീത് അന്തരിച്ചു. 24 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പ്രളയക്കെടുതി ഒടുങ്ങാതെ മണലി കുറുമാലിപ്പുഴകളുടെ തീരപ്രദേശങ്ങൾ. 1000-ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. നെന്മണിക്കര പറപ്പൂക്കര പഞ്ചായത്തുകളിലെ ചിലയിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട്. വലയിൽ കുടുങ്ങിയ പാമ്പിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ വനം വാച്ചർക്ക് പാമ്പിന്റെ കടിയേറ്റു. ചിമ്മിനി റേഞ്ചിലെ വാച്ചർക്കാണ് പാമ്പിന്റെ കടിയേറ്റത്. മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. ഈച്ചമ്പിള്ളിക്കോണം ചർച്ച് റോഡ് സ്വദേശി രമേശാണ് മരിച്ചത്. ദേശീയപാത കുറുമാലയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് 19-കാരന് പരിക്കേറ്റു. പരിക്കേറ്റത് കൊടുങ്ങല്ലൂർ സ്വദേശിക്ക്. പീച്ചി ഡാം ഷട്ടറുകൾ അനുവദിക്കപ്പെട്ടിരുന്നതിലും കൂടുതൽ തുറന്നതിനാലാണ് തൃക്കൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള പ്രദേശത്തും വീടുകളിലും വെള്ളം കയറിയതെന്ന് തൃക്കൂർ പഞ്ചായത്ത് യോഗം വിലയിരുത്തി. ഇറിഗേഷൻ വകുപ്പിന്റെ ഈ നടപടിക്കെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ യോഗം തീരുമാനിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.